ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും മുസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച കാര്യം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞു കാണും. ഏതൊക്കെ സീറ്റിലാണ് ഒഴിവുള്ള വേക്കൻസി ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കും ഈ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇതിനു വേണ്ടി 16ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കോളേജ് ജോയിൻ സമയത്ത് കൊണ്ടുപോകുന്നത്, വാക്സിൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും, അതോടൊപ്പം പുതിയതായിട്ടൊരു കോഴ്സും കൂടി ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി വെബ്സൈറ്റ് കയറി 3 ഡോട്ട് സെലക്ട് ചെയ്ത് ലോഗിൻ സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് എന്ന് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹോം പേജ് വരും. അത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണ് അലോട്ട്മെൻറ്റ് കാണിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും കാണിക്കുന്നതാണ്. ഇതിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. അതിനുശേഷം സൈഡിൽ അലോട്ടഡ് കോളേജ്, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയത്, ഏത് കോഴ്സിനാണ് കിട്ടിയതെന്ന് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നൽകിയാൽ നിങ്ങൾക്ക് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ടോക്കൺ പേയ്മെൻറ്റ് 2 രീതിയിൽ അടയ്ക്കാം. ഓൺലൈനായിട്ട് അടയ്ക്കാം, ഓഫ്ലൈനായിട്ടും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ചെല്ലാൻ ഉപയോഗിച്ചാണ് അടയ്ക്കേണ്ടത്. ആ ചെല്ലാൻ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ ചെല്ലാൻ ലഭിക്കുന്നതാണ്. അത് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റുമുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ്, UPI, ഡെബിറ്റ് കാർഡ് തുടങ്ങിയവയാണ് ഓൺലൈൻ പേയ്മെൻറ്റിൽ വരുന്നത്. ഈ സമയത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നാളെ വൈകിട്ട് 5 മണി വരെയാണ് ടോക്കൺ പേയ്മെൻറ്റ് അടച്ചിട്ട് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അതോടൊപ്പം ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അതായത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ പഴയ കോളേജിൽ നിന്ന്, അതായത് NOC ഉണ്ടല്ലോ കയ്യിൽ, ആ NOC മേടിച്ച് പഴയ കോളേജിൽ നിന്നും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി തിരികെ മേടിച്ചിട്ട് പുതിയ കോളേജിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഈ അലോട്ട് മെമ്മോയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അലോട്ട് മെമ്മോ സൂക്ഷിച്ച് വെക്കുക. കാരണം LBS വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ഏതെങ്കിലും സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ അലോട്ട് മെമ്മോ ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് വെബ്സൈറ്റിൽ അലോട്ട് മെമ്മോ കാണണം എന്നില്ല. അതുകൊണ്ട് അലോട്ട് മെമ്മോ എന്തായാലും നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അലോട്ട് മെമ്മോ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുക. പിന്നീട് ഈ അലോട്ട് മെമ്മോ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഈ അലോട്ട് മെമ്മോ പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ സഹിതമായാണ് നിങ്ങൾ കോളേജിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പായി കോളേജ് ജോയിൻ ചെയ്യേണ്ടത്. ഇന്നും പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജ് ജോയിൻ നടത്തിയില്ലെങ്കിൽ നാളെ തന്നെ പോയി ജോയിൻ ചെയ്യുക. പിന്നീട് അതിൽ പറയുന്ന ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, വാക്സിൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഏതെങ്കിലും മെഡിക്കൽ ഓഫീസർ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും മെഡിക്കൽ ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത് ചെക്കപ്പ് ചെയ്യാനുള്ളതാണ്. അതിനുള്ള ഏത് ഫോം വേണമെന്ന് വെച്ചാൽ പ്രോസ്പെക്ടീവ്സ് നൽകുന്ന ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വാക്സിൻ സർട്ടിഫിക്കറ്റ്, നിലവിൽ ഏതെങ്കിലും വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കുഴപ്പമില്ല, കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. പിന്നീട് കോളേജിൽ ഒരു സമയം പറയാൻ സമയത്തിനുള്ളിൽ നിങ്ങൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൽ തിരക്കി എന്നാണ് വാക്സിൻ എടുക്കേണ്ടത് എന്നിവ അന്വേഷിച്ച്, അല്ലെങ്കിൽ വാക്സിൻ എടുത്ത വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുക. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഉടനെ തന്നെ എടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം നിലവിൽ ചില വാക്സിന് ഷോർട്ടേജ് ഉണ്ടായിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് തരുന്നതാണ്. അതുകൊണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് വലിയ ഇഷ്യൂ വരത്തില്ല. അവർ പറയുന്ന സമയത്തിനുള്ളിൽ വാക്സിൻ എടുത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതിനുശേഷം പുതിയതായിട്ടൊരു കോഴ്സും കൂടെ ഈ LBSൻ്റെ വെബ്സൈറ്റിൽ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് BSc പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കോഴ്സാണ്. അത് ഈ 14/11/2021 പ്രകാരമുള്ള അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയൊരു കോഴ്സ്. BSc പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് ആണ് പുതിയൊരു കോഴ്സായി വെബ്സൈറ്റിൽ പറഞ്ഞത്. അതോടൊപ്പം ഇനിയൊരു അലോട്ട്മെൻറ്റ് കാണുന്ന കുറേ വിദ്യാർത്ഥി സംശയം കാണും. ഇനിയൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയിരിക്കും. ഇന്ന് ക്ലാസ് തുടങ്ങുമെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞത്. അത് ഇതുവരെ ഒരു മാറ്റമില്ല. ക്ലാസ് വിൽ കമൻസ് November 15 തന്നെയും കാണിക്കുന്നത്. എവിടെയെങ്കിലും ക്ലാസ് തുടങ്ങിയെന്ന് അറിയത്തില്ല, പക്ഷേ വെബ്സൈറ്റിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് അത് ടോക്കൺ പേയ്മെൻറ്റ് അടച്ച ഒരു പൈസയും കിട്ടത്തില്ല. പിന്നീട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നാളെ വൈകിട്ട് 5 മണിക്ക് തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. പിന്നീട് അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ കമ്മ്യൂണിറ്റി വഴി എല്ലാ ഡീറ്റെയിൽസും അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റിയുടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ചില സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമ്മ്യൂണിറ്റി വഴി അറിയിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിയുടെ നോട്ടിഫിക്കേഷൻ എല്ലാ വിദ്യാർത്ഥികൾക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. മാക്സിമം റീഡ് ചെയ്ത വിദ്യാർത്ഥികൾ ലൈക്ക് അടിക്കുക. എന്നാൽ മാത്രമേ എത്ര വിദ്യാർത്ഥികൾ കണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അതും കൂടെ ശ്രദ്ധിച്ചോണം. കമ്മ്യൂണിറ്റി വഴി എല്ലാ ഡീറ്റെയിൽസും വരാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്